മഴയൊന്നും ഇല്ല എന്തായാലും. ഇപ്പം എന്ത് ചെയ്യാനെന്ന് പറയും? ഇവിടുത്തെ വെള്ളം തന്നെ കൊള്ളത്തില്ല അമ്മയെ കുളിക്കാൻ. ഞാൻ ചേട്ടൻ എത്ര ദിവസം കൊണ്ട് പറയാം വന്നിട്ട് കിണറൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. നീ പിന്നെ ആഹാരം വയ്ക്കാൻ പിന്നെ എവിടെ തടി വെള്ളം എടുത്തത്? അതോ അതമ്മ മഴ പെയ്തില്ലായിരുന്നു 2-3 ദിവസം മുമ്പ്. അതാണെങ്കിൽ എപ്പോഴും വലിയ ടാങ്കിനകത്ത് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മഴവെള്ളം. ആ വെള്ളം എടുത്തിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കിയത്. അതിനിപ്പോൾ തീരാറായി. അതുകൊണ്ടല്ലേ ഞാൻ കുളിക്കാൻ. ഞാനിപ്പോൾ കുളിച്ചിട്ട് 2 ദിവസമായി വെള്ളം ഇല്ലാത്തതുകൊണ്ട്. ആ കിണറ്റിലെ വെള്ളം എന്തിനുള്ള എന്തോ അവർപ്പ് വന്നത്. എടി ഞാൻ കിണറ്റെങ്കിലും എടുത്ത് ചാടി ഇനി അതങ്ങനെ ചത്ത് തന്നെ കിടപ്പോന്നോ? ഓ കിണത്തൊന്നും ചാടി കാണത്തില്ലമ്മേ. നല്ല വലയിട്ട് ടൈറ്റാക്കി വെച്ച് കുഞ്ഞു. പിന്നെ എങ്ങനെ ചാടാനാ? ആ ഇനിയിപ്പോ അതേ നടക്കത്തുള്ളൂ. ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ അമ്മയുടെ വീട്ടിൽ പോയി വെള്ളം കൊണ്ടുവരാം. പുഴയൊക്കെ ദൂരെ ഇല്ലേ മോനെ? ആ എന്താ രണ്ടുപേരുടെ? ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ വീട്ടിലോട്ട് വരാനിരിക്കുവായിരുന്നു ഞങ്ങള്. ആഹാ ഞങ്ങളുടെ വീട്ടിൽ വരാനിരിക്കുവായിരുന്നു. എന്താ? ഒന്നും പറയണ്ട ശാന്തേ, ഇവിടുത്തെ വെള്ളം ഒരു തുള്ളി കൊള്ളത്തില്ല. കിണറ്റിലെ വെള്ളം ഭയങ്കര കവർപ്പ്. അവളാണെങ്കിൽ പറഞ്ഞ ശാരദ പറഞ്ഞപ്പോ നിങ്ങളുടെ വീട്ടിൽ വന്ന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വരാനിരിക്കുവായിരുന്നു. കവർപ്പോ? ബെസ്റ്റ്. ഞങ്ങളുടെ വീട്ടിലും അത് തന്നെ. ദേ കണ്ടില്ലേ അമ്മണി ആട്ടാ ബക്കറ്റൊക്കെ പിടിച്ചോണ്ട് വന്നേക്കുന്നത് കുളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട്. ഞങ്ങളവിടെ കുളിയും നടക്കുന്നില്ല, തന്നെ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഞാൻ മഴവെള്ളം പിടിച്ച് വെച്ചാൽ അതിട്ട് ഞാൻ പിന്നെ ആഹാരമൊക്കെ ഉണ്ടാക്കിയത്. അതിന് ഞങ്ങളിപ്പോൾ ബക്കറ്റ് കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ കുളിക്കാൻ വന്നിട്ട് വന്നതാ. കുട്ടവും പറഞ്ഞാൽ അതേ നടക്കത്തുള്ളൂ തോന്നില്ല. ഇനി ശാന്തേച്ചിന്റെ വീട്ടിൽ നിന്ന് പോയി വെള്ളം കൊണ്ടുവരാൻ പറ്റുന്നത് ഇതിപ്പോ അത് നടക്കത്തില്ല. എന്തോ പറ്റിയ അടിയുള്ള കിണറിനൊക്കെ വെള്ളം കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശാന്തേച്ചി നമുക്കൊന്നൊരു കാര്യം ചെയ്യാം. കല്ലാമ്പെട്ട് കുഴി പോയാലോ? അയ്യോ കല്ലാമ്പെട്ട് കുഴിയിലോ? അയ്യോ അതൊക്കെ ഡേഞ്ചർ അല്ലേ? എടി സാര നിനക്ക് അറിയത്തില്ല ആ സ്ഥലത്തെ കുറിച്ച്. അതൊന്നും ശരിയായ സ്ഥലമല്ല. അത് പണ്ടേ അതാണെങ്കിൽ ആൾക്കാരൊന്നും പോത്ത സ്ഥലം അത്. എനിക്കറിയാം ആ സ്ഥലത്തെ കുറിച്ച്. ആ സ്ഥലം അത്ര ശരിയായ സ്ഥലമല്ല. പക്ഷെ എന്ത് ചെയ്യാനാ? വെള്ളമില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? കിണറ്റിന് വെള്ളം കൊള്ളത്തില്ല കാശിന്. പിന്നെ എന്ത് ചെയ്യാനാ? കുളിക്കണ്ടേ, നനയ്ക്കണ്ടേ, ആഹാരം ഉണ്ടാക്കണ്ടേ? അവളപ്പോ നമുക്ക് ബക്കറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരാം. വാ ശാരദേ, എന്നാ ഇപ്പൊ തന്നെ പോവാം. അമ്മയ്ക്ക് കുളിക്കാൻ മാത്രം ഇനി വെള്ളം ഞങ്ങൾ കൊണ്ടുവരാം കേട്ടോ. അമ്മയ്ക്ക് നടക്കാനൊന്നും വയ്യല്ലോ അങ്ങോട്ട്. കല്ലാമ്പെട്ട് കൂടി ഞങ്ങൾ വെള്ളം കൊണ്ടുവരാം. സൂക്ഷിച്ച് പോണം കേട്ടോ. ആ കുളത്തിന് ഭയങ്കര ആഴമാ. അത് തന്നെയല്ല ആ സ്ഥലം അത്ര ശരിയായ സ്ഥലവും അല്ല. ഈ പിള്ളേരൊക്കെ നല്ലോണം നോക്കണേ. ആ ശരി അമ്മേ, നോക്കിയോളാം. എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞ വെള്ളം കൊള്ളാതായിപ്പോയത്. ആ ദേവേനുസരിച്ച് മോളും ഇല്ലേ വരുന്നത്? ആഹാ രണ്ടാളും കൂടെ എങ്ങോട്ടാ? ഒന്നും പറയണ്ട ശാന്തേ. ഞങ്ങളിവിടെ ആണെങ്കിൽ വെള്ളം ആണെങ്കിൽ ഒരു തുള്ളി കൊള്ളത്തില്ല കുടിക്കാൻ. ഭയങ്കര കവർപ്പ്. പിന്നെ ഇങ്ങനെ 2 ആഴ്ചത്തേക്ക് പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ കൊണ്ട് ഞങ്ങൾ പോവാ. ഇത് തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ. അല്ല നിങ്ങൾ എങ്ങോട്ട് പോകുന്ന പറഞ്ഞത്? ചേച്ചി ഞങ്ങൾ കല്ലാമ്പെട്ട് കുഴിയിലാ പോകുന്നത്. അയ്യോ പിള്ളേരെ വിളിച്ചോണ്ട് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആ കുളത്തിനെ കുറിച്ചൊന്നും അറിയത്തില്ലേ? കണ്ടോ കൊച്ചു കുഞ്ഞായിട്ട് അവൻ അറിയാത്. ഞങ്ങളുടെ അമ്മയെ പറഞ്ഞു അവൾ അത്ര ശരിയായിട്ടുള്ള സ്ഥലമല്ലെന്ന് പറഞ്ഞ്. പിന്നെ വെള്ളം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? വെള്ളം ഇല്ലാതെ ഒരു നിവൃത്തിയില്ല. അവിടെ പ്രേതം കുളിക്കാൻ വരുന്ന കുളവും അത്. അതൊക്കെ പണ്ടായിരിക്കും ചേച്ചി, ഇപ്പഴങ്ങനൊന്നും കാണത്തില്ല. ഇപ്പൊ പിന്നെ എല്ലാം ആൾവാസമൊക്കെ ആയില്ലേ. പണ്ടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പ്രേതമൊക്കെ അവിടെ കുളിക്കാൻ വരുന്നത്. അവിടെ പണ്ട് സ്ഥിരം പ്രേതം കുളിക്കാൻ വരുമായിരുന്നു. എത്രയോ പേര് കണ്ടേക്കെന്നറിയാവോ? ഇപ്പൊ പിന്നെ ആരും ആ വഴിക്ക് പോകാറില്ലല്ലോ. അതുകൊണ്ട് അറിയത്തില്ല ആർക്കും. ബസ് ഇപ്പൊ വരും. ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. നമ്മൾ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിലോട്ടാ പോകേണ്ടത്. അങ്ങോട്ടാരും പോകാത്തത്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പ്രേതം തുടങ്ങിയിരിക്കുവന്നോ? പിന്നെ പ്രേതം വല്ലപ്പോഴാണ് പണ്ടങ്ങാണ്ട് വന്ന കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങോട്ട് വാ. മോളെ അമ്മയോട് പറയാതെ വന്നു കഴിഞ്ഞാൽ അമ്മ വിഷമിക്കത്തില്ലേ? ആണോ? എന്നാ പിന്നെ മോള് വാ. ഞങ്ങളത് മോളെ കുളിപ്പിച്ചു വിടാം. മഴ വരുന്നുണ്ട്. എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോവാം.
നല്ല വെള്ളമാണെന്ന് തോന്നുന്നില്ലേ ശാരദേ? അതെന്താണെന്നറിയോ ചേച്ചി, ഇവിടെ ആരും അതിന് വരാറില്ലല്ലോ, ഇവിടെ മനുഷ്യരാരും വരാറില്ലെന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് നന്നായിട്ട് കിടക്കുന്നത്. ഇവിടെ ആരെങ്കിലും വന്നായിരുന്നെങ്കിൽ ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് കവറും പ്ലാസ്റ്റിക് ഉപ്പെല്ലാം വലിച്ച് വാരിയിട്ട് വേസ്റ്റ് എല്ലാം ഇട്ട് ഇപ്പോൾ വൃത്തിയേടാക്കിയേനെ. എനിക്ക് മോളെ, ആദ്യമായിട്ട് നമ്മൾ വരില്ലേ ഇവിടെ എവിടൊക്കെ ആഴമൊന്നും അറിയത്തില്ല. അമ്മ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ. വേണ്ട വേണ്ട, മോളെ അമ്മ പോലും ഇല്ല കൂടെ, ഞങ്ങളൂടെ വന്നേക്കും. ഞങ്ങൾക്ക് ഉത്തരവാദിത്വം. ഞങ്ങളൊക്കെ ആദ്യം ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് മോളെ പിന്നെ ഇറക്കാം കേട്ടോ. നല്ല തണുപ്പാ തോന്നുന്നു ശാന്തേച്ചി, കാലം ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ, അപ്പൊ തന്നെ ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുന്നു. നീ അങ്ങ് ഇറങ്ങി നോക്ക്, കുറച്ച് ഇറങ്ങാം കേട്ടോ, പെട്ടെന്ന് ചാടി ഇറങ്ങല്ലേ. വലിയ ആഴില്ല ശാന്തേച്ചി, വാ ഇറങ്ങാ. മോളിങ്ങി വാതിയെന്നാ, മോളെ ഇങ്ങി വാ, മോളെ കുളിപ്പിച്ചു വിടാം. മോനെ കുട്ടുമനെ ബഹളം വെക്കല്ലേ, കുളിപ്പിക്കാം, അമ്മ ഇപ്പൊ കുളിപ്പിക്കാം. നീ മോളെ ഒന്ന് കുളിപ്പിച്ചു തരട്ടെ. ശാരദ ഒരു കാര്യം ചെയ്യും, ഞങ്ങളും കൂടെ ഇറങ്ങാം, എല്ലാവരും ഒന്നിച്ചങ്ങ് ഇറങ്ങി കുളിക്കാം, അതിന്റെ നല്ലത്. എന്നാ ശരി ചേച്ചി, എന്നാ എല്ലാവരും ഇറങ്ങും, ഒന്നിച്ചാ കുളിക്കാം, അതാകുമ്പോ കൂട്ടുണ്ടല്ലോ. എന്നാ എല്ലാവരും വന്നിറങ്ങ്. അയ്യോ, മോളത്തിന് മോളെ എടുത്ത് ചാടിയത്, പതുക്കിറങ്ങാൻ വയ്യായിരുന്നു. കണ്ടോ അമ്മയുടെ അഹങ്കാരം കണ്ടോ, ഞാൻ പറഞ്ഞു എടുത്ത് ചാടരുന്ന്. അയ്യോ ശാരദ, ഞാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നില്ല ഇട്ടോണ്ട് പോവാൻ, ഈ സാരി തന്നെ എടുത്തോണ്ട് എങ്ങനെയാ? ഞങ്ങളാരും കൊണ്ടുവന്നില്ലേ ചേച്ചി, നമ്മൾ പോകുന്ന വഴിക്കൊന്നും ആൾവാസം ഒന്നുമില്ലല്ലോ, കുഴപ്പമില്ല, അത് തന്നെ ഇട്ടോണ്ടങ്ങ് പോവാൻ, നനഞ്ഞു തന്നെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ ഇവിടെ ആഴം കൂടുതലാ തോന്നി. അത് ശരി, അമ്മണി പറഞ്ഞത് തല മുക്കുണ്ടാരും കേട്ടോ, കഴുത്തുവരെ മുക്കിയാൽ മതി, തലയിലോട്ട് പിന്നെ നമുക്ക് മൂക്കിനകത്തങ്ങനെ വെള്ളം കയറിപ്പോയി പിന്നെ പണി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കഴുത്തുവരെ അങ്ങനെ കുളിച്ചാൽ മതി. ശരി, നമുക്ക് പിന്നെ മുടി മാത്രം കഴിയാൻ മതി, തലയിലോട്ട് വെള്ളം കോരി ഒഴിച്ച് കഴിയാൻ മതി കേട്ടോ, തല മുക്കണ്ടാരും. വേണ്ട മോളെ, നീന്തി കഴിഞ്ഞാലേ മൂക്കെ വെള്ളം കയറും. വേണ്ട നമുക്ക് ഉത്തരവാദിത്വം. ആ കൊച്ചിനെ വിളിച്ചിട്ട് വന്നിട്ട് ആ കൊച്ചു മുങ്ങി ഇങ്ങനെ പോയോ? നീയൊക്കെ എന്ത് വിചാരിച്ചത്? ഞാനിവിടെ സ്ഥിരം കുളിക്കാൻ വരുന്ന പ്രേതമാ. ഒറ്റ ഒരെണ്ണം ഇവിടുന്ന് അനങ്ങിപ്പോയക്കരുത്, എല്ലാ എണ്ണത്തിനും ഞാൻ ഈ കുളത്തിൽ പിടിച്ച് മുക്കും. എന്തിനാ ബക്കറ്റ് കയറി എല്ലാരും? ആ ശരി, ഇങ്ങനെ പറഞ്ഞത് ഉരുണ്ട ശാരദ, ഈ ബക്കറ്റിനകത്ത് നമുക്ക് ഉരുണ്ട് താഴോട്ട് പോവാം പെട്ടെന്ന്. എവിടെ പോയി? ബക്കറ്റിനകത്ത് കയറിയല്ലേ ഉരുണ്ട് രക്ഷപ്പെട്ടോ. അയ്യോ, നമ്മൾ എത്ര ദൂരത്ത് ഉരുണ്ടെങ്കിൽ വന്നത്, ഇവിടെ എല്ലാം കരിയിലാണ്ട് രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. എന്താണ് ശാന്തേച്ചി എഴുന്നേക്ക്. എന്റെ പൊന്നെ, ഒരു വിധവും നമ്മൾ രക്ഷപ്പെട്ട ആ പ്രയോഗത്തിന്റെ കയ്യിൽ നിന്ന്. ശരി ശാന്തേച്ചി, നമ്മൾ ആ ബക്കറ്റിനകത്ത് ഒഴുകി വന്നോണ്ടാ പെട്ടെന്ന് പറ്റിയത്. ഒഴുകിയല്ല, ഉരുണ്ട്, അതുകൊണ്ടാ. അയ്യോ എന്തായാലും കൊള്ളാലോ കിങ്ങിണി, അവളുടെ ബുദ്ധിയില്ലേ, അവളങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓടിയാലൊന്നും നടക്കുന്ന കേസല്ല. ആ പഴം നമ്മൾ ഓടിച്ചിട്ട് പിടിക്കും. നമ്മൾ ആ ബക്കറ്റിനകത്ത് കയറി ഉരുണ്ടെങ്കിൽ പോകുന്നോണ്ട് അത്ര സ്പീഡിലേക്ക് പോകുന്നത്. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, ആ പ്രേതം ഇങ്ങോട്ടങ്ങനെ വന്നാലേ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോവാം. നമുക്കൊരു കാര്യം ചെയ്യാം, വെള്ളത്തിന് വേണ്ടിയിട്ട് നീ വീട്ടിൽ ചെന്നിട്ടേ വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെടാം, അവരെന്തെങ്കിലും ചെയ്യട്ടെ. അത് ശരി ശാന്തേച്ചി.